മുനമ്പം പ്രശ്നത്തിൽ ആരാണ് കള്ളം പറയുന്നത്? UDF ആണോ LDF ആണോ? മുനമ്പത്ത് സ്ഥിരതാമസക്കാരായ പണം കൊടുത്ത് വസ്തു വാങ്ങി ദീർഘകാലമായി അതിൽ താമസിക്കുന്ന, തങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും അതിലാക്കിയ പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കണം എന്ന് പറയുന്നത് UDF ആണോ LDF ആണോ? ഇപ്രകാരം ചോദിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി ഇപ്രകാരം പറയുകയുണ്ടായി, മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതാരാ? ഞങ്ങളല്ലേ അവർക്ക് വേണ്ടി നിൽക്കുന്നത്. ആരും മുനമ്പത്തുകാർക്ക് വേണ്ടി നിൽക്കേണ്ട, സംരക്ഷിക്കേണ്ട, നീതി അങ്ങ് കൊടുത്താൽ മതി. ഇനി അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുനമ്പത്തെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് സർക്കാരാണ്. കാരണം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് നിസാർ കമ്മിറ്റിയെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദൻ സർക്കാരിന്, ഇപ്പോഴത്തെ സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിനാണ് ഇതിൽ പ്രധാന ഉത്തരവാദിത്വം. ഇത് UDFൻ്റെ വേഷം. LDFൻ്റെ ഭാഗത്തുനിന്നോ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ്, അദ്ദേഹം വളരെ വ്യക്തമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, UDF ഭരണകാലത്ത് വഖഫ് ബോർഡ് ചെയർമാനായിട്ട് പാണക്കാട്ട് റഷീദ് അലി തങ്ങൾ, അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് മുനമ്പത്തെ വസ്തു വഖഫ് ബോർഡിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുകയും അത് പിടിച്ചെടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ആരാണ് പ്രതി? UDF ആണ് പ്രതി. ആരാണ് പ്രതി? മുസ്ലിം ലീഗാണ് പ്രതി. ഇത് കൃത്യമായിട്ട് മന്ത്രി രാജീവ് പറഞ്ഞു. മന്ത്രി രാജീവ് പറഞ്ഞതിന് ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് മന്ത്രി, അച്ഛന്മാരൊക്കെ വർഗീയതയാണ് പറയുന്നത് എന്ന് പറയുന്ന വഖഫ് ബോർഡ് മന്ത്രി, അദ്ദേഹം അത് എൻഡോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു UDFൻ്റെ കാലത്താണ് പ്രശ്നം ഉണ്ടായത്, ഞങ്ങളെ UDFും BJP ഒന്നും പഠിപ്പിക്കണ്ട. അന്നേരം UDF ആണ് കുറ്റക്കാരെന്ന് LDF പറയുന്നു, LDF ആണ് കുറ്റക്കാരെന്ന് UDF പറയുന്നു. ആരാണ് യഥാർത്ഥ കുറ്റക്കാർ? കേരള നിയമസഭയിൽ നടന്ന ചർച്ചകളുടെ വീഡിയോ റെക്കോർഡിംഗ് കൃത്യമായി പരിശോധിച്ചാൽ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. UDFും LDFും പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം മുനമ്പത്തെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കണം എന്നത് UDFൻ്റെ അജണ്ടയാണ്, LDFൻ്റെ അജണ്ടയാണ്. കാരണം വഖഫ് നിയമത്തെ സംരക്ഷിക്കുവാനും തങ്ങളാണ് വഖഫ് നിയമത്തിൻ്റെ സംരക്ഷകർ എന്ന പേരുണ്ടാക്കി വോട്ട് ബാങ്ക് തട്ടിയെടുക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. അതിന് തെളിവ് വേണമെങ്കിൽ 2022 ഡിസംബർ മാസം 12-ാം തീയതി കേരള നിയമസഭയിൽ നടന്ന ചോദ്യോത്തരം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അവിടെ മുസ്ലിം ലീഗിൻ്റെ സീനിയർ നേതാവായിട്ടുള്ള KPA മജീദ്, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, സബ്മിഷൻ ഉന്നയിക്കുകയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി ചോദിക്കുന്നു, മുനമ്പത്തെ വസ്തു വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നറിഞ്ഞിട്ട് അവിടെയുള്ളവരെ കരമടപ്പിക്കാൻ എന്തിന് ശ്രമിച്ചു? അതുമാത്രമല്ല, എന്തുകൊണ്ട് അവരെ കുടിയിറക്കുന്നില്ല? കുടിയിറക്കാനായിട്ട് എന്തുകൊണ്ട് ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു? ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും, ലീഗിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത്, ഇപ്പോഴും KPA മജീദ് ലീഗിൻ്റെ MLA തന്നെയാണ്, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത്, UDFൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് മുനമ്പത്തത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരെ പുറത്താക്കുകയുമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ KPA മജീദ് കേരള നിയമസഭയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് അവിടെ കേരള നിയമസഭയുടെ രേഖകളിൽ നിന്ന് തന്നെ കാണാം. അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് സഭാ രേഖകളുടെ ഭാഗമായിട്ട് തന്നെ കാണാവുന്നതാണ്. സർ, 1950 മതവിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന 44.76 ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് രേഖകളുണ്ട്. 2009 LDF സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി MA നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചേങ്ങാട് സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ 26/6/2009 15ാമത് റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ മേൽ നടന്നുവരുന്ന വ്യവഹാരങ്ങൾ നിയമവിരുദ്ധമാണ്.
വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. 20/5/2019 സംസ്ഥാന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ EP 655/2008 പ്രകാരം വസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധയാ ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാനും ഈ ഉത്തരവ് ആവശ്യപ്പെടുന്നു. ഇത് വഖഫ് ഭൂമിയായതിനാൽ മുത്തബല്ലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബല്ലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട്. എന്നാൽ 27/2022 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സിൽ കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം SC ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മത് സാജുവത്ത് ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവിൽ തന്നെ ഈ 8/12 ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. 2019 കേരള വഖഫ് ചട്ടത്തിലെ ചട്ടം 79 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നതും പ്രസ്തുത വഖഫിന്റെ വസ്തുക്കൾ അനധികൃത കൈമാറ്റത്തിലൂടെ കൈവശം വെക്കുന്നവരിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ സർട്ടിഫിക്കറ്റ് നൽകുകയും പോക്കുവരവ് നടത്തി നൽകുകയും മറ്റു നടപടികൾ ചെയ്യുന്നതും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച് ബന്ധപ്പെട്ട രാഷ്ട്രീയർക്കും വില്ലേജ് ഓഫീസർമാർക്കും വഖഫ് ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങയുടെ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങയുടെ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന 27/22 യോഗത്തിൽ എവിടെയും ഒരു കോടതി വിധിയെപ്പറ്റി പരാമർശമേ ഇല്ല. അങ്ങനെ പരാമർശമില്ല. എന്നങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം. ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്നതന്നെ നിലവിലുള്ള നികുതി അടക്കുന്നവർക്ക് അതുമായി തുടരാനാണ് എന്ന് പറയാൻ. നികുതി അടക്കുന്നത് മുത്തബല്ലിയാണ്, ഫാറൂഖ് കോളേജാണ്. അത് തുടരാനാണ് കോടതി വിധി. ഇനിയിപ്പോൾ അത് കോടതി വിധി എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരായി ഗവൺമെന്റോ വഖഫ് ബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം. ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കുഴി കൊടുക്കരുത്. ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. വഖഫ് ഭൂമി ഒരിക്കലും അനാധീനപ്പെട്ടു പോകാനേ പറ്റില്ല. അത് കേന്ദ്ര വഖഫ് നിയമം അനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത്. അങ്ങ് ജാഗ്രത പാലിക്കണം. ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഇതിന് മറുപടിയായി വഖഫ് മന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്. വഖഫ് മന്ത്രി തീർത്തു പറയുകയാണ്, മുനമ്പത്തെ പ്രോപ്പർട്ടിയിൽ നിന്നും കയ്യേറ്റക്കാരെ പൂർണ്ണമായി ഒഴിപ്പിച്ചിരിക്കും. അദ്ദേഹം പറയുന്ന വളരെ നിഗൂഢമായ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് കരമടപ്പിച്ചത് സർക്കാരിന് കരത്തിൻ്റെ വകുപ്പിൽ ലഭിക്കുവാനുള്ള നികുതി ഇനത്തിൽ ലഭിക്കുവാനുള്ള വരുമാനം കുറയാതിരിക്കുകയാണ്. വഖഫ് മന്ത്രിയുടെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കണം. അതായത് വസ്തു അവർക്ക് കിട്ടാൻ പോകുന്നില്ല, അവരെ കുടിയിറക്കും. എന്നാൽ നികുതിയുടെ രൂപത്തിൽ അവരിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അതിങ്ങ് പോരട്ടെ, അതിങ്ങ് മേടിക്കാം എന്നാണ് ലക്ഷ്യം എന്ന് വഖഫ് മന്ത്രി പറയുന്നു. അതിൻ്റെ വീഡിയോ ഇവിടെ നമുക്ക് കേൾക്കാം. സർ, കേരളത്തിലെ വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമിയും അന്യാധീനപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യം. അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നൊരു പ്രശ്നമില്ല. എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 404.76 ഏക്കർ സ്ഥലം കൊച്ചി പഴയന്നൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി ഇടപ്പള്ളി സബ് ഓഫീസിലെ 1950 ആണ്ട് നവംബർ മാസം 1-ാം തീയതി 2115 1950 നമ്പർ വഖഫ് ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ശ്രീ MA നിസാർ റിട്ടയർഡ് ജഡ്ജ് ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചെങ്ങാട് സെക്രട്ടറിയും വഖഫ് എൻക്വയറി കമ്മീഷന്റെ 26/6/2009 തീയതിയിലെ 15-ാം റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പരാമർശിച്ചിട്ടുള്ളതും അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി വഖഫ് റൂൾ പ്രകാരം നടപടി സ്വീകരിക്കുന്ന ശുപാർശ ചെയ്യുകയുണ്ടായി. തുടർന്ന് വഖഫ് ബോർഡിന് ലഭ്യമാക്കിയ നടപടി റിപ്പോർട്ടിന്റെ പ്രസ്തുത വിഷയം ബോർഡിന്റെ ജുഡീഷ്യൽ വിഭാഗത്തിന്റെ പരിഗണനയിലാണെന്ന വിവരം വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡ് മുമ്പാകെ 9950 AR നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഹമ്മദ് സിദ്ദീഖ് സെറ്റ്
വഖഫിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2115/950 നമ്പർ വഖഫ് ആധാർ പ്രകാരം അവകാശപ്പെട്ട കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 404.76 ഏക്കറോളം വഖഫ് ഭൂമി അന്യാധീനപ്പെട്ട് തിരിച്ചുപിടിക്കുന്നതിനായി 2009 കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചട്ടം 79 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നതും പ്രസ്തുത വഖഫിന്റെ സ്വത്തുക്കൾ അനധികൃത കൈമാറ്റത്തിന് കൈവശം വെക്കുന്നവരിൽ നിന്നും നികുതി സ്വീകരിക്കുകയും കൈകാര്യ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും പോക്കുവരവ് നടത്തി നൽകുകയും മറ്റു നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും വഖഫ് ബോർഡ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പ്രസ്തുത വിഷയത്തിൽ വഖഫ് ബോർഡ് പ്രകാരമുള്ള എൻക്വയറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുവരുന്നു. പ്രസ്തുത വിഷയം സംബന്ധിച്ച് 20/7/2024 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വഖഫ് ഭൂമി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ പ്രസ്തുത ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ നികുതി അടക്കുന്നത് കേവലം ഒരു ഫിസിക്കൽ എക്സൈസ് മാത്രമായിരുന്നതിനാലും ടൈറ്റിൽ അവകാശമായി അതിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാലും സർക്കാർ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവ് വരാതിരിക്കാനും വേണ്ടി താൽക്കാലിക കരം അടക്കുവാൻ അനുവാദം നൽകുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങളുമായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻക്വയറി നടത്തുകയും ബന്ധപ്പെട്ടവർ കയ്യേറ്റക്കാർക്ക് ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകുകയും ഹിയറിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കയ്യേറ്റം പ്രഥമദൃഷ്ട്യാ തെളിയുന്ന പക്ഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർ മാത്രമാണ് താൽക്കാലിക നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് കമ്മിറ്റിയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല. മുമ്പ് ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും? UDFും LDFും എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിലെ 140 MLAമാരും ആർക്കെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യുവാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ നിയമസഭാ രേഖകൾ വെച്ച് തന്നെ ചോദ്യം ചെയ്യാം. ഒരാൾ പോലും അതിനെ എതിർക്കത്തില്ല. കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം UDFനും LDFനും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്, വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും അവിടെ താമസിക്കുന്നവരെ പുറത്താക്കുവാനുമുള്ള കുടില ആഗ്രഹവും തന്ത്രങ്ങളുമാണുള്ളത്. ഇത് ചെയ്ത KPA മജീദ്, ഈ ഉത്തരം നൽകിയ മന്ത്രി, ഇവരെല്ലാം തന്നെ മതേതരർ. അവരുടെ അച്ഛന്മാരെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പുരോഹിതരുടെ അച്ഛന്മാരെ പറഞ്ഞ അലിയാർ കാസിമി എന്ന ബഹുമാന്യനായ പണ്ഡിതൻ, അദ്ദേഹവും മതേതരവാദി. ഇതിനെ ചോദ്യം ചെയ്താൽ ക്രൈസ്തവ പുരോഹിതർ വർഗീയവാദികൾ. ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും വർഗീയവാദി. എന്നാൽ ഈ വർഗീയവാദി എന്നൊക്കെ പറയുന്നത് ജാതിയും മതവും നോക്കി ചാർത്തുന്ന ഒരു പദവി മാത്രമാക്കി മാറുന്നു. അതുകൊണ്ട് കേരള നിയമസഭയിൽ നടന്ന ഈ ഗൂഢ നീക്കം പൊതുജനങ്ങൾ മനസ്സിലാക്കുകയും UDFും LDFും ജനങ്ങളുടെ മുമ്പിൽ പച്ചക്കള്ളം പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.